കൂട്ടുകാരെ ചന്ദ്രകാന്തം ആകപ്പാടെ നമ്മുടെ നന്ദയുടെ കൈവിട്ടു പോയ അവസ്ഥയാട്ടോ. നന്ദയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയി. അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പിങ്കിയെ വെളുപ്പാങ്കാലത്ത് എണീപ്പിച്ച് നമ്മുടെ നന്ദ യോഗയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യിപ്പിക്കുന്നു, മാമ്പഴം ജ്യൂസ് കുടിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക. പിങ്കിക്ക് ഫുൾ ടൈം റെസ്റ്റ് മതി. അപ്പൊ നന്ദയാണെങ്കിൽ റെസ്റ്റ് എടുപ്പിക്കുന്നേ ഇല്ല. ശരീരമാണെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് ഡെലിവറി ടൈമിലും അങ്ങനെയാകും ഇങ്ങനെയാകും, അപ്പൊ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ പിങ്കിയെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പൊ നമ്മുടെ മാമ്പഴം ജ്യൂസ് കുടിക്കുമ്പോഴും നമ്മുടെ പിങ്കി അത് മനഃപൂർവ്വം ഛർദ്ദിച്ചൊക്കെ കളയുന്നുണ്ട് നമ്മുടെ ഗിരിജ പറഞ്ഞിട്ടോ. അപ്പൊ ഗിരിജ ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാക്കി. കണ്ട, അവള് ചീഞ്ഞൊരു മാമ്പഴമാണ് കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചു കൊടുത്തത്, അതുകൊണ്ടാണ് പിങ്കി മോള് ഛർദ്ദിച്ചത്. ഇങ്ങനെയാണെങ്കിൽ നന്ദയെ ഒരു കാര്യത്തിൽ ഏർപ്പെടുത്താൻ പറ്റില്ല. ഈ യോഗയൊക്കെ പരിചയമില്ലാത്തവര് ചെയ്താല് 3 ദിവസം കൊണ്ട് ചിലപ്പോൾ ഗർഭം അലസിപ്പോകാനും അത് തന്നെ മതിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വലിയവരുടെ അടുത്ത് വന്ന് നമ്മുടെ ഗിരിജ ഈ കാര്യങ്ങളൊക്കെ നന്ദ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കുറ്റം പോലെ വന്ന് വലിയ കുറ്റമായിട്ട് പറഞ്ഞു കൊടുത്ത് വളച്ചൊടിച്ച് പറയുന്നുണ്ട്. നന്ദ എല്ലാം കുറ്റമാണ് ചെയ്തത്, പിങ്കിയെ സ്വസ്ഥമായിട്ട് ഇരുത്താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ നമ്മുടെ വല്യമ്മ പിങ്കി മോള് പറ, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്, പിങ്കി മോൾ ഇഷ്ടം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നാൽ എന്നെ ഗൗതം കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മയ്ക്കും അച്ഛനും ഒരേപോലത്തെ അവകാശമാണല്ലോ. നന്ദ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തും. അപ്പോൾ തുല്യ സ്ഥാനമുള്ള ഗൗതം കുഞ്ഞിന്റെ അച്ഛൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വല്യമ്മയാണെങ്കിൽ അപ്പൊ തന്നെ ശരിവെച്ചു. എന്നാ ശരി ഗൗതം, ഇനിയുള്ള കാര്യങ്ങൾ പിങ്കിയുടെ കാര്യങ്ങൾ ഗൗതം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞാട് ശരിവെക്കുന്നുണ്ട്. ഒരു കഴമ്പില്ലാത്ത കഥയല്ലേ ഈ. ഇത്രയും വലിയ ഭയങ്കര എന്താ പറയാ പോലീസുകാരും ഡോക്ടറാണ് നന്ദയും ഗൗതവും. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് ഇപ്പോഴും ആ ഒരു പഴയ കാലത്തെ ഒരു എന്താ പറയാ രീതിയിലാണ് ഇപ്പോഴും ആ ഒരു കഥയുടെ പോക്ക്. വീട്ടിൽ ആ ഒരു മുതിർന്ന ആള് പറയണം, അത് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ പോലും അയാൾ പറയുന്നതാണ് അവസാന വാക്ക്. എന്തൊക്കെ ഒരു കഷ്ടമാണല്ലേ. സ്വന്തം കുഞ്ഞാണ്, നന്ദയുടെ സ്വന്തം കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ. അപ്പൊ നന്ദയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം അത് അവിടെ വിധി എഴുതി കൊടുത്തു. അത് പോട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഗൗതമിനെ ഏൽപ്പിക്കുന്നത് മനസ്സിലാകുന്നതേ ഇല്ല. നമ്മുടെ ഇന്ത്യവടത്തിലെ സകലർക്കും അറിയാവുന്നതാണ് നമ്മുടെ പിങ്കി പണ്ട് ഗൗതമിനെ വായൊലിപ്പിച്ച് നടന്നിരുന്ന ഒരു പെണ്ണാണെന്ന്. അപ്പൊ നമ്മുടെ ഗൗതമിനെ കിട്ടാൻ എന്ത് തറവേലയും ചെയ്യുമെന്ന് നമ്മുടെ വല്യമ്മക്ക് നല്ലോണം അറിയാം അല്ലെ. എന്നിട്ടാണ് പിന്നെ നമ്മുടെ ഗൗതമിനെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. എന്തൊരു മണ്ടത്തരാല് ഇവര് കാണിക്കുന്നതൊക്കെ. പിന്നെയും ഗൗതം എന്താ പറയാ പിങ്കിയുടെ അടുത്തേക്ക് പോകണമെന്നായിരിക്കും ഇവരുടെയൊക്കെ ആഗ്രഹം. ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയട്ടോ. ചന്ദ്രകാന്തം കഥ ഭയങ്കര അതമ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുക. മറ്റു ഭാഷകളിലെ ഒരു സീരിയൽ റീമേക്ക് ആണ്, ഓക്കെ. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ മലയാളികൾക്ക് കാണുമ്പോൾ ഭയങ്കര അരോചകം തോന്നുന്നു. നമ്മളുടേതായ നാട്ടു നടപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തി കഥ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് നമ്മുടെ അർജുനെ കൊല്ലല്ലേ എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അവർക്ക് മറ്റു ഭാഷയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെയും വേണം എന്നൊക്കെ വാശി. എന്ത് നല്ല രീതിയിൽ കഥ കൊണ്ടുപോകാമായിരുന്നു. നന്ദയും ഗൗതം അവരുടെ കൊച്ചു ജനിച്ച അവരുടെ സന്തോഷം, അർജുൻ പിങ്കി അവർക്ക് വിശേഷമാവുന്നു അവരുടെ കൊച്ചുങ്ങള്, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കഥയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് ഫുള്ള് ഇപ്പൊ ട്രാജഡി പോലെ ആക്കി. ഫുള്ള് ദുരന്തം. നന്ദയ്ക്കാണെങ്കിൽ എല്ലാ തിരിച്ചടിയും നന്ദയ്ക്കാണ്. ഇത്രയും ചെയ്തു കൂട്ടിയ പിങ്കിക്ക് ഒരു തിരിച്ചടി പോലും കിട്ടുന്നില്ല എന്നത് ഭയങ്കര അതിശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വല്ല ട്വിസ്റ്റും നമ്മുടെ സംവിധായകൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാകുമോ, കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.